ഈ ലോകത്തിന്ന് ചോദിക്കാനും പറയാനും ആരുമില്ല. അമേരിക്കയ്ക്കും ഇസ്രായേലിനും എന്തും ചെയ്യാം. പല രാജ്യങ്ങളും എതിർത്ത് പ്രസ്താവനകൾ ഇറക്കുന്നുണ്ട്. പക്ഷേ ആരും ഫലപ്രദമായി ഇടപെടുന്നില്ല. ഗാസയിലെ ജനങ്ങളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയിട്ടാണെങ്കിലും ആ പ്രദേശം പിടിച്ചെടുത്തേ തീരൂ എന്ന നിലപാടിലാണ് ഇസ്രായേൽ. എനിക്കിനി സ്വപ്നങ്ങൾ വേണ്ട. ഈ വേട്ടമൃഗങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളെയെങ്കിലും രക്ഷിക്കണം ഡോക്ടർ. കുനിഞ്ഞിരുന്ന് കുറിപ്പടി എഴുതി സമയാസമയം കഴിക്കൂ എന്ന് മരുന്ന് നീട്ടിയത് നെതന്യാഹു. പേടിച്ച് പുറത്തേക്കോടുമ്പോൾ ഗേറ്റടയ്ക്കാൻ നെതന്യാഹു. തെരുവിലൂടെ അതാ നെതന്യാഹു നയിക്കുന്ന നെതന്യാഹുമാരുടെ വമ്പൻ റാലി. ദൈവമേ എന്നലറി വിലപിക്കുന്ന ഉള്ളുമുറിഞ്ഞ നിസ്സഹായതയ്ക്ക് മേൽ ആകാശം ഒരു പടുകൂറ്റൻ ബെഞ്ചമിൻ നെതന്യാഹുവായി നിവർന്നു. ഇസ്രായേൽ അവരുടെ മനസ്സിൽ താലോലിക്കുന്ന ഒരു കാലത്തും യാഥാർത്ഥ്യമാകാത്ത ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം എന്നത് ഈ വിശാല ഇസ്രായേൽ, എററ്റ്സ് ഇസ്രായേൽ എന്ന് പറയുന്ന സങ്കല്പം. അത് ബിബ്ലിക്കൽ കോൺസെപ്റ്റാണ്. അതായത് ഈ പറഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈജിപ്തിൻ്റെയും യോർദാൻ്റെയും ലെബനൻ്റെയും സിറിയയുടെയും ഒക്കെ സ്ഥലങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് വിശാലമായ ഇസ്രായേൽ സ്ഥാപിക്കുക എന്ന് പറയുന്ന സ്വപ്നം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് വാസ്തവത്തിൽ ഈ ബെഞ്ചമിൻ നെതന്യാഹു നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പറഞ്ഞല്ലോ, ഇത് ഈ വിശാല ഇസ്രായേൽ സ്ഥാപിക്കുക എന്നത് എൻ്റെ ഒരു ആത്മീയ ദൗത്യമാണ് എന്നുവരെ അദ്ദേഹം പറഞ്ഞു. എന്ന് മാത്രമല്ല, അവർ നിരന്തരം, അത് ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹത്തിൻ്റെ വംശീയ വലതുപക്ഷ മന്ത്രിമാർ ഉൾപ്പെടെ പറയുന്ന കാര്യമുണ്ടല്ലോ, യോർദാൻ നദിയുടെയും മെഡിറ്ററേനിയൻ കടലിൻ്റെ ഇടയിൽ ഇസ്രായേൽ അല്ലാതെ മറ്റൊരു രാജ്യമില്ല. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ചതിയുടെയും വഞ്ചനയുടെയും ഇരയാണ് പലസ്തീൻ. രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ച കാലം, ഹിറ്റ്ലറുടെ കൊടും ക്രൂരതകൾക്ക് ഇരകളായ ജൂതവംശജർക്ക് ജീവിക്കാൻ സുരക്ഷിതമായ ഒരു പ്രദേശം വേണം. അന്ന് പലസ്തീൻ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായിരുന്നു. അറബികൾ ഇവിടുത്തെ ഭൂരിപക്ഷം, ജൂതന്മാർ ന്യൂനപക്ഷം. അന്ന് പലസ്തീനിലെ ജനസംഖ്യയിലെ 12 ലക്ഷം അറബികൾ, 6,30,000 ജൂതന്മാർ. 1948 മെയ് 14 ഇംഗ്ലണ്ടും അമേരിക്കയും മുൻകൈയെടുത്താണ് ഇസ്രായേൽ എന്ന രാജ്യം രൂപീകരിച്ചത്. ഈ രാജ്യത്തെ ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിച്ചു. സ്വന്തം മണ്ണിൽ നിന്ന് പലസ്തീൻ ജനതയെ അട്ടിയകറ്റി. യുദ്ധങ്ങളിലൂടെ പലസ്തീൻ ജനതയെ കൂട്ടത്തോടെ കൊന്നൊടുക്കി. 1948 ഇസ്രായേൽ ആരംഭിച്ച വംശഹത്യ ഇപ്പോഴും തുടരുകയാണ്. അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും പ്രധാന ലക്ഷ്യം ഗാസയെ ഒരു റിവീരയാക്കുക എന്നുള്ളതാണ്. അതായത് കടലോര സുഖവാസ കേന്ദ്രം. എല്ലാവർക്കും അറിയുന്നത് പോലെ ഗാസയുടെ 3 ഭാഗവും ഇസ്രയേലാണ്. ഒരു ഭാഗത്ത് മാത്രമാണ് മധ്യധരനാഴിയുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സുഖവാസ കേന്ദ്രമാണ് എന്ന് അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ട്രംപ് വളരെ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടുത്തെ ധനമന്ത്രിയായിട്ടുള്ള സ്മോട്രിച്ചും അതുപോലെയുള്ള മന്ത്രിമാരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ട്രംപ് അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. 2024 മാർച്ച് 24 ഹമാസ് ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചു. ജനവാസ കേന്ദ്രങ്ങൾ, ആശുപത്രികൾ, ആരാധനാലയങ്ങൾ തുടങ്ങിയവ ലക്ഷ്യമിട്ട് ശക്തമായ ബോംബിംഗ് നടത്തി. 1000 കൊല്ലപ്പെട്ടു. രണ്ടാം ഘട്ടത്തിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ പട്ടിണിക്കിട്ട് കൊന്നു. ഭക്ഷണത്തിനായി കാത്തുനിന്നവരെ വെടിവെച്ചു കൊന്നു. പിന്നാലെ കരയുദ്ധം തുടങ്ങി. പലസ്തീൻകാരെ മുഴുവൻ ഗാസയിൽ നിന്ന് ഒഴിപ്പിക്കുക. പിന്നാലെ ഗാസയെ ഇസ്രായേലിന്റെ ഭാഗമാക്കുക. അവിടെ ജൂതന്മാരെ കുടിയിരുത്തുക. ഇതെല്ലാമാണ് ലക്ഷ്യങ്ങൾ. ഗാസ എന്ന് പറയുന്ന പ്രദേശത്ത് മനുഷ്യർ മാത്രമല്ല ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്, അവിടെ ജീവിക്കാനുള്ള അവസരങ്ങൾ കൂടി ഇല്ലാതായി മാറിയിരിക്കുന്നു. അവിടുത്തെ എല്ലാത്തരം കെട്ടിടങ്ങളും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. ഇത് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യം കൂടി മുതലെടുത്തുകൊണ്ടാണ്
ഇസ്രായേൽ ഈ ആക്രമണം സംഘടിപ്പിക്കുന്നത്. ആ സവിശേഷമായ സാഹചര്യം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ, സാമ്പത്തിക, സൈനിക ശക്തിയായ അമേരിക്കയിൽ ട്രംപ് എന്ന് പറയുന്ന ഭരണാധികാരി വന്നതോട് കൂടിയിട്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് എന്ത് നിയമവിരുദ്ധ നടപടികളും ലോകത്തെവിടെയും നടത്താനുള്ള സാഹചര്യമുണ്ടായി വന്നിരിക്കുന്നത്. 7 ലക്ഷത്തോളം പലസ്തീൻകാരാണ് അഭയാർത്ഥികളായി പല രാജ്യങ്ങളിലും ഇപ്പോൾ ജീവിക്കുന്നത്. എന്നാൽ ഇവരിലെ 1.5 ലക്ഷത്തോളം പേരെ മാത്രമാണ് ഐക്യരാഷ്ട്ര സംഘടന അഭയാർത്ഥികളായി അംഗീകരിച്ചിട്ടുള്ളത്. മറ്റെല്ലാവരും അനധികൃത കുടിയേറ്റക്കാർ. അവരെല്ലാം പോലീസിന്റെയും പട്ടാളത്തിന്റെയും കണ്ണിൽപ്പെടാതെ വിവിധ രാജ്യങ്ങളിലൂടെ അലഞ്ഞു തിരിയുകയാണ്. അവിടെയുള്ള എല്ലാ കെട്ടിടങ്ങളും തകർത്ത് തരിപ്പണമാക്കി അവിടെ പുതിയ സുഖവാസ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ റിസോർട്ടുകളും ഒക്കെ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇവരുടെ അന്തിമമായ ലക്ഷ്യം. കാരണം ട്രംപിൻ്റെ മരുമകൻ ഏറ്റവും പ്രധാനപ്പെട്ട റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ കൂടിയാണ്. കാരണം ആ രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പാണ്. അമേരിക്കൻ പ്രസിഡന്റ് എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടത്തി കൊടുക്കുക എന്നുള്ള ഒരു രീതിയാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ആത്യന്തിക ലക്ഷ്യം 2 നേഷൻ എന്ന് പറയുന്ന സിദ്ധാന്തത്തെ, അതായത് ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിക്കുകയും ഭൂരിപക്ഷ രാഷ്ട്രങ്ങൾ അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ള 2 നേഷൻ തിയറി പെർമനൻ്റായിട്ട്, ശാശ്വതമായിട്ട് കുഴിച്ചു മൂടപ്പെടുകയാണ്. അമേരിക്കൻ പക്ഷത്ത് ഉറച്ചു നിന്നിരുന്ന പല രാജ്യങ്ങളും ഇപ്പോൾ ഫലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തരം പ്രസ്താവനകൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പണ്ട് സോവിയറ്റ് യൂണിയൻ എന്നൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമുണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയൻ ഇന്നുണ്ടായിരുന്നെങ്കിൽ ഇസ്രായേലിൻ്റെ ഈ തെമ്മാടിത്തം ഒരിക്കലും നടക്കുമായിരുന്നില്ല. ഇസ്രായേൽ ക്രൂരതകൾക്കെതിരെ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ശക്തമായ പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്. ഇതിൻ്റെ പ്രതിഫലനം ആഗോള രാഷ്ട്രീയത്തിലുമുണ്ടായി. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, കാനഡ, സ്പെയിൻ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം സ്വതന്ത്ര പലസ്തീന് അനുകൂലമായി രംഗത്തു വന്നു. ഇസ്രായേലിന് പിന്തുണയുമായി തീവ്ര വലതുപക്ഷം ഭരിക്കുന്ന ഇറ്റാലിയൻ സർക്കാർ രംഗത്തു വന്നു. പ്രധാനമന്ത്രി ജോർജിയ മെലോണിക്കെതിരെ ഇറ്റലിയിലെ ജനങ്ങൾ തെരുവിലിറങ്ങി. ഫ്രാൻസ്, അതുപോലെ തന്നെ ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ 1988 യാസർ അറാഫത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള പലസ്തീൻ സ്റ്റേറ്റിനെ അംഗീകരിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടെങ്കിലും ഇതേ ശക്തികളാണ് ഇത്രയും കാലം ഇസ്രയേലിൻ്റെ ഈ മുസ്ലിം വിരുദ്ധ നടപടിക്ക് എല്ലാ പിന്തുണയും നൽകിയതെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ബ്രിട്ടനാണ് ഇസ്രയേൽ എന്നുള്ള സ്റ്റേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ചത്. 1948 മെയ് 14 അർദ്ധരാത്രി ബ്രിട്ടീഷ് സേന മാൻഡറ്ററി പ്രദേശമായിട്ടുള്ള ഇസ്രയേലിൻ്റെ പ്രദേശത്ത് നിന്ന് പിൻവാങ്ങുകയും ആ പ്രദേശത്തേക്ക് ഇസ്രയേലിൻ്റെ ജൂതന്മാരുടെ പാരാമിലിറ്ററി സൈന്യം ആ പ്രദേശം കൈയടക്കുകയും ചെയ്യുകയാണ്. അന്നേരം ബ്രിട്ടൻ്റെ സഹായത്തോടു കൂടിയാണ് ഇസ്രയേലിന് ഇന്ന് പലസ്തീൻ്റെ പ്രദേശമായിട്ടുള്ള ആ ഭൂമി മുഴുവൻ ഇസ്രയേലിന് ലഭിച്ചത്. ഇസ്രായേലോ ഇസ്രായേലിന് എല്ലാ പിന്തുണയും നൽകുന്ന അമേരിക്കയോ നിലപാട് മാറ്റാൻ തയ്യാറല്ല. US പൊതുസഭയെ ഡൊണാൾഡ് ട്രംപ് അഭിസംബോധന ചെയ്തു. യുദ്ധം അവസാനിപ്പിക്കണം എന്ന് ഒഴുക്കൻ മട്ടിൽ ആവശ്യപ്പെട്ടു. ഇത് കണ്ണിൽ പൊടിയിടാനുള്ള നിലപാടാണ്. UN രക്ഷാസമിതിയിലാകെ 5 അംഗങ്ങൾ. ഇവരിൽ അമേരിക്ക ഒഴികെ 4 രാജ്യങ്ങളും സ്വതന്ത്ര പലസ്തീനായി നിലകൊള്ളുന്നവരാണ്. എന്നാൽ പലസ്തീൻ അനുകൂലമായ ഏത് നീക്കത്തിനെതിരെയും അമേരിക്ക വീറ്റോ അധികാരം പ്രയോഗിക്കും. UN ചരിത്രത്തിൽ ഇതുവരെ 89 തവണ അമേരിക്ക വീറ്റോ പ്രയോഗിച്ചിട്ടുണ്ട്. ഇതിൽ 51 തവണയും വീറ്റോ പ്രയോഗിച്ചത് ഇസ്രായേലിന് വേണ്ടിയാണ്. 1993 95 പലസ്തീനും ഇസ്രായേലും ഓസ്ലോ സമാധാന ഉടമ്പടികളിൽ ഒപ്പുവെച്ചു. ഉടമ്പടി നടപ്പിലായിരുന്നുവെങ്കിൽ ഗാസയും വെസ്റ്റ് ബാങ്കുമെല്ലാം ഉൾപ്പെടുന്ന സ്വതന്ത്ര പലസ്തീൻ യാഥാർത്ഥ്യമാകുമായിരുന്നു. ഉടമ്പടിയിൽ ഒപ്പുവെച്ച യാസർ അറാഫത്തും അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി യിത്സാക് റാബിയും സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി. പക്ഷേ ഉടമ്പടിയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറി. ഇന്നത്തെ പലസ്തീൻ ഇങ്ങനെയാണ്.